നമസ്കാരം. ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയുടെ തലക്കെട്ട് ഒടുവിൽ ഒരു പരാതി എന്നാണ്. എന്ന് വെച്ചാൽ രാഹുലിനെതിരെ ഇപ്പോഴും കൃത്യമായ പരാതി ലഭിക്കുന്നില്ല എന്നർത്ഥം. DK മുരളി MLA രാഹുലിനെതിരെ ഒരു പരാതി സ്പീക്കർക്ക് കൊടുത്തു. തുടർച്ചയായി ഇങ്ങനെ ലൈംഗിക പീഡന കേസിൽ പ്രതിയാവുന്നതുകൊണ്ട് രാഹുലിനെ അയോഗ്യനാക്കണം എന്നാണ് ആവശ്യം. അത് എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ട് തീരുമാനമെടുക്കുമെന്ന് സ്പീക്കറും പറയുന്നു. യഥാർത്ഥത്തിൽ അത്തരമൊരു തീരുമാനമെടുക്കാൻ ജഡ്ജി അല്ല സ്പീക്കർ. ആരെങ്കിലും പരാതിപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഒരു ആരോപണത്തിൻ്റെ പുറത്ത് ഒരു MLAയെ അയോഗ്യനാക്കാൻ സ്പീക്കർക്ക് കഴിയില്ല. അങ്ങനെയെങ്കിൽ സ്പീക്കർ ആദ്യം അയോഗ്യനാക്കേണ്ടത് നടൻ മുകേഷിനെയും മന്ത്രി KB ഗണേഷ് കുമാറിനെയും ഒക്കെയാണ്. ഇതിനിടയിൽ മനോരമ ദിനപത്രത്തിൽ വന്ന മറ്റൊരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി, അതിജീവിതയുടെ മൊഴിയെടുക്കാൻ വീഡിയോ കോൺഫറൻസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇവർ താമസിക്കുന്ന വിദേശ രാജ്യത്തെ ഇന്ത്യൻ എംബസി മുഖേന ഇതിന് സൗകര്യം ഏർപ്പെടുത്തും. ഈ രീതിയിൽ മൊഴിയെടുക്കാൻ അനുമതി തേടി 19-ന് SIT ഹൈക്കോടതിയിൽ അപേക്ഷ നൽകും. ഇമെയിൽ വഴി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിലാണ് കഴിഞ്ഞ ദിവസം രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ഇമെയിൽ പരാതിയിൽ 3 ദിവസത്തിനകം പരാതിക്കാരി നേരിട്ട് ഹാജരായി ഒപ്പിടണമെന്ന് വ്യവസ്ഥ പാലിച്ചിട്ടില്ലെന്നും അതിനാൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും രാഹുലിൻ്റെ വാദം. പരാതി ഇലക്ട്രോണിക് ഒപ്പ് രേഖപ്പെടുത്തിയിരുന്നെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് നിലനിൽക്കുന്നതെന്ന നിയമോപദേശം SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അതിജീവിത പരാതി നൽകി. രാഹുലിനെ അനുകൂലിച്ചും അതിജീവിതയെ വിമർശിച്ചും കഴിഞ്ഞ ദിവസം ശ്രീനാദേവി വീഡിയോ പങ്കുവച്ചത് വിവാദമായിരുന്നു. ഈ വാർത്ത വളരെ വിചിത്രമായ ഒരു ഉൾക്കാഴ്ചയാണ് നൽകുന്നത്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവും ചട്ടവും പാലിക്കാതെയാണ് ഇപ്പോഴും പരാതിക്കാരിയുടെ കേസിൽ രാഹുലിനെ ജയിലിലടച്ചിരിക്കുന്നത് എന്നിത് വ്യക്തമാക്കുന്നു. മുൻ DGP TP സുനിൽകുമാർ ഇത് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആരെങ്കിലും ഇമെയിൽ വഴിയോ ഫോൺ വഴിയോ ഒരു പരാതി കൊടുത്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ FIR ഇടണമെന്നും 3 ദിവസത്തിനകം ഈ പരാതിയിൽ പരാതിക്കാരിയുടെ ഒപ്പ് രേഖപ്പെടുത്തണമെന്നും ബലാത്സംഗ കേസാണെങ്കിൽ മെഡിക്കൽ പരിശോധന നടത്തണമെന്നുമുള്ള നിയമങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വിഷയം. എന്നാൽ പിന്നീട് ചില പത്രവാർത്തകളിൽ കണ്ടത് പരാതിക്കാരി നാട്ടിലെത്തിയെന്നും അങ്ങനെ അവർ മൊഴി കൊടുക്കാൻ പോയി എന്നുമൊക്കെയാണ്. എന്നാൽ ഈ പത്രവാർത്ത പറയുന്നു അങ്ങനെയല്ല, പരാതിക്കാരി എത്തിയിട്ടില്ല, പരാതിക്കാരുടെ മൊഴി വീഡിയോ കോൺഫറൻസ് വഴി എടുക്കും, അതിന് അനുമതി തേടി ഹൈക്കോടതിയിൽ പോകുമെന്നാണ്. ഹൈക്കോടതിക്ക് നിലവിലുള്ള ഒരു നിയമത്തിലും ഇളവ് വരുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് റദ്ദ് ചെയ്യാൻ ഹൈക്കോടതിക്ക് പറ്റും. പക്ഷെ നിലവിലുള്ള നിയമത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾക്കെതിരെ ഇളവ് കൊടുത്താൽ അയാളുടെ മൗലികാവകാശം ലംഘിക്കപ്പെടും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതി പരാതിപ്പെട്ടിരിക്കുന്നു. ആ യുവതി ആ പരാതിയിൽ ഒപ്പുവെച്ചിട്ടില്ല. ആ യുവതിയുടെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടില്ല. ബലാത്സംഗ കേസിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് മെഡിക്കൽ പരിശോധനയാണ്. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ അപമാനിക്കാൻ വേണ്ടി പോലീസും സർക്കാരും കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടെ നീക്കങ്ങൾ നടത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവായി മാറുകയാണ് ഈ വാർത്ത. ഈ നാട്ടിലുള്ളവർ പീഡിപ്പിക്കപ്പെട്ടതിന് പരാതി കൊടുത്താലും തിരിഞ്ഞു നോക്കാത്ത പോലീസ്, പ്രത്യേകിച്ച് CPM നേതാക്കൾക്കെതിരെയാണെങ്കിൽ തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പോലീസ്, വിദേശത്തു നിന്നും ഒരു ഇമെയിൽ കിട്ടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അർദ്ധരാത്രിയിൽ ഒളിഞ്ഞിരുന്ന് ഭീകരനെ വേട്ടയാടുന്നത് പോലെ പിടികൂടി ജയിലിൽ അടയ്ക്കുക മാത്രമല്ല നാട്ടിലൂടെ പ്രദർശനം നടത്തിക്കൊണ്ടുവരിക്കുന്നു. എന്നാൽ നിയമപരമായി ഒരു തരത്തിലും നിലനിൽക്കില്ല. ഇത് ബോധപൂർവം അപമാനിക്കാനുള്ള നീക്കമാണ് എന്ന് കൃത്യമായി തെളിഞ്ഞു വരികയാണ്. ഇത് ബലാത്സംഗമേ അല്ല എന്ന് വാദമുന്നയിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന പ്രവണതയും വളർന്നു വരുന്നു. അതിൻ്റെ ഭാഗമാണ് ശ്രീനാദേവിക്കെതിരെയുള്ള കേസ്. അങ്ങനെ മറുഭാഗത്ത് നിശബ്ദമാക്കി രാഹുലിനെ ഒരു ലൈംഗിക കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് അപമാനിച്ച് പൊതുജീവിതത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കമാണ് പിണറായിയും കൂട്ടരും ചെയ്യുന്നത്. ഈ ഗൂഢാലോചന പതിയെ പതിയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരുന്ന രാഹുൽ ഈശ്വരെ പോലുള്ളവർ പോലും നിശബ്ദരായപ്പോൾ രാഹുൽ ജയിലിൽ കിടന്നുകൊണ്ട് പണി ആരംഭിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. രാഹുൽ പോലീസിനോടും ജയിൽ അധികാരികളോടും കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ അങ്ങ് തോറ്റു തരികയില്ല, ഞാൻ പേടിച്ചോടുകയില്ല, എന്നോട് ചെയ്തതിനൊക്കെ കൃത്യമായി കണക്ക് പറഞ്ഞ് തന്നെ ചോദിച്ചെടുക്കുമെന്ന്. വാസ്തവത്തിൽ പോലീസിന് ആശങ്ക ശക്തമാണ്. തികച്ചും നിയമവിരുദ്ധമായ കസ്റ്റഡിയായി ജയിൽവാസമായി ഇത് വ്യാഖ്യാനിക്കപ്പെടാം. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ വലിയ നഷ്ടപരിഹാരം പോലും രാഹുലിന് കൊടുക്കേണ്ടി വരും. മാത്രമല്ല പല സ്ത്രീകളുമായും രാഹുലിനുള്ള അധാർമികമായ ബന്ധം പോലും ജനം മറന്നുപോകും. കാരണം രാഹുലിനെ വേട്ടയാടി നിശബ്ദനാക്കാൻ ശ്രമിച്ചു എന്ന പ്രചരണത്തിന് ശക്തിപ്പെടും. ഏതാനും ദിവസം വരെ നിശബ്ദരായിരുന്ന ഓരോരുത്തരായി രംഗത്ത് വന്നു തുടങ്ങി. ശ്രീനാദേവി കുഞ്ഞമ്മ മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓരോരുത്തരായി തലപൊക്കി തുടങ്ങി. അത് തടയാൻ വേണ്ടിയാണ് ഇപ്പോൾ KPCC പ്രസിഡന്റിനും മറ്റും ശ്രീനാദേവിക്കെതിരെ പരാതി കൊടുത്ത്
നടപടിയെടുപ്പിക്കാൻ ശ്രമിക്കുന്നതും കോൺഗ്രസിൽ അതൃപ്തി എന്ന തരത്തിൽ മീഡിയ വണും റിപ്പോർട്ടറുമൊക്കെ വാർത്ത കൊടുക്കുന്നതും വാസ്തവത്തിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞവർ പോലും ഒരു പൊതുവികാരം എന്ന നിലയിൽ ഇപ്പോൾ രാഹുലിനെ പിന്തുണച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് തുടർച്ചയാണ് ഫെനി നൈനാന്റെ രംഗപ്രവേശം. രാഹുലിന്റെ സന്തത സഹചാരിയാണ്, വിശ്വസ്ത സുഹൃത്താണ് ഫെനി നൈനാൻ. രാഹുലിനെതിരെ ഉയർന്ന രണ്ടാമത്തെ പീഡന കേസിലെ പ്രതിയാണ്. ഫെനി നൈനാന്റെ കാറിലാണ് ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി കേരളത്തിന് പുറത്തുള്ള യുവതിയെ പീഡിപ്പിച്ചത് എന്നാണ് പരാതി. ആ പരാതിയിൽ രാഹുലിന് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ആ കേസിലെ പ്രതിയായ ഫെനി നൈനാൻ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുമില്ല. ഫെനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ പരാതിക്കാരിയെ തനിക്കറിയാം എന്ന് വ്യക്തമാക്കി ഇന്നലെ രാത്രിയിൽ ഫെനി ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എങ്ങനെയാണ്: പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത് ഒരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് ദിവസങ്ങളായി. പരാതിക്കാരിയെ സ്ത്രീയെ പറ്റി ബ്രാക്കറ്റിൽ അതിജീവിത. ഒരു വിവരങ്ങളും സ്വാഭാവികമായും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ, എനിക്കും അതിനെപ്പറ്റി അറിയില്ല. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവർ എനിക്ക് KSU പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് എന്നും അവർക്ക് രാഹുലുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ നിറഞ്ഞു. എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീ അറിയാം. KSU നടത്തിയ ഒരു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട്. 5000 രൂപയാണ് തന്നത്. അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേരുൾപ്പെടുത്തി അവർ എടുത്ത 50 കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കിയിട്ടുള്ളതാണ്. എന്നാൽ അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം എനിക്ക് അതിശയമായി തോന്നി. കാരണം ഈ അതിജീവിത എന്നോട് 2025 നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഫെനി പറയുന്നത് രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ മൂന്നാമത്തെ യുവതി ഇവരാണോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് ഒരു വിവരവുമില്ല. പക്ഷേ എനിക്ക് രൂപ തന്നതും എനിക്ക് പണം തന്നതും എനിക്കറിയാവുന്നതും വിദേശത്തുള്ളതുമായ യുവതി അവരിവരാണ്. പക്ഷെ അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. എന്നിട്ട് പറയുന്നു ഈ പീഡനം നടന്നത് 2024 ഫെബ്രുവരിയിലാണ്. 2020 ഫെബ്രുവരി വരെ താനുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെന്ന്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസിന് ബാധിക്കുന്ന ശാസ്തമംഗലം അജിത് സാറിനും അദ്ദേഹത്തിന് ജൂനിയർ ശേഖർ സാറിനും കൊടുത്തിട്ടുണ്ട്. അവർ അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണയാണ് നടക്കുന്നത്. ഇവിടെ സത്യമറിയാവുന്ന ഞാൻ അത് മുഖ്യധാരാ മാധ്യമങ്ങളോട് ചിലരോട് പങ്കുവച്ചു. എന്നാൽ അതിൽ രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു മാധ്യമവും അത് ചാനലിൽ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടത് അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ വാർത്തകളല്ല. ഈ വിവരം ഞങ്ങൾക്കും കൈമാറിയിരുന്നു. എന്നാൽ തൽക്കാലം നിയമത്തിന് മുമ്പിൽ ഈ യുവതി അതിജീവിത ആയതുകൊണ്ട് ആ യുവതിയുടെ ചാറ്റുകളും മറ്റും പങ്കുവയ്ക്കുന്നത് ഒരു പക്ഷേ നിയമവിരുദ്ധമായേക്കാം എന്നതുകൊണ്ടാണ് ഞങ്ങളും അത് കൊടുക്കാതിരുന്നത്. അതുപോലെ രണ്ടാമത് വന്ന പരാതിയിൽ രാഹുൽ MLA ഒരു പെൺകുട്ടിയെ ഹോസ്റ്റലിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി. അങ്ങനെ ബലാത്സംഗം ചെയ്യുന്ന പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചു കൊടുത്തത് ഞാൻ ഓടിക്കുന്ന കാറിലായിരുന്നു എന്നാണ് പരാതിയിൽ. കേട്ടാൽ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യം. ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞതാണ്, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ലെന്ന്. അതുമായി ബന്ധപ്പെട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു, അറസ്റ്റ് പോലും ചെയ്തില്ല. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടി എത്തിച്ചു കൊടുത്തു എന്ന് ഗൗരവമായ ആരോപണമുള്ള എന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ്? ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഉറപ്പാണല്ലോ, അല്ലാതെ പോലീസ് എന്നെ സഹായിച്ചതല്ലോ. ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തോ? വളരെ സുപ്രധാനമായ ചോദ്യമാണ് ഫെനി ചോദിക്കുന്നത്. രണ്ടാം ലൈംഗികാരോപണ കേസിലെ രണ്ടാം പ്രതിയാണ് ഫെനി നൈനാൻ. ഫെനി നൈനാൻ തൻ്റെ വണ്ടിയിലായിരുന്നു ഈ പെൺകുട്ടിയെ ബലാത്സംഗ സ്ഥലത്ത് എത്തിച്ചത്. അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവിട്ടതും ഫെനിയാണ്. എന്ന് വെച്ചാൽ നിയമം അനുസരിച്ച് ഗൂഢാലോചന കുറ്റം. ആ ഗൂഢാലോചന കുറ്റം യഥാർത്ഥ കുറ്റം പോലെ തന്നെ ഗൗരവമേറിയതാണ്. രാഹുൽ ആ കുറ്റകൃത്യത്തിൽ പ്രതിയാണെങ്കിൽ ഫെനി നൈനാനും പ്രതിയാണ്. അതുകൊണ്ടാണ് പോലീസ് ഫെനി നൈനെ പ്രതി ചേർത്തത്. പക്ഷേ എന്തുകൊണ്ടാണ് ഫെനിയെ അറസ്റ്റ് ചെയ്യാത്തത്, ചോദ്യം ചെയ്യുക പോലും ചെയ്യാത്തത് എന്ന ചോദ്യം മാധ്യമങ്ങൾ പക്ഷേ ചോദിക്കില്ല. ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തോ? ധാർമ്മികമായ രാഹുൽ MLA തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കെതിരായി ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും മാധ്യമങ്ങൾ അവരുടെ അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ. കല്ലെറിയുന്നവർ കല്ലെറിയൂ, ഇമോഷണൽ കഥകൾ മെനയുന്നവർ അത് ചെയ്യൂ, PR കാപ്പി കുടിക്കുന്നവർ അത് ചെയ്യൂ. പക്ഷേ ഇവിടെ കോടതിയുണ്ട്, സത്യം അവിടെ തെളിയും. ഇന്ന് അയാളെ വേട്ടയാടിയവർ മനസ്സുകൊണ്ടെങ്കിലും ഒരു മാപ്പ് പറയണം. ഈ പോസ്റ്റിൽ ഞാൻ അതിജീവിത ആരെന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഐഡന്റിറ്റിയും വെളിപ്പെടുത്തിയിട്ടില്ല. ഇതായിരുന്നു ഇന്നലെ രാത്രിയിൽ ഫെനി പുറത്തുവിട്ട പോസ്റ്റ്. സോഷ്യൽ മീഡിയയിൽ അത് വൈറലായി. ഇന്ന് രാവിലെ ഫെനി നൈനാൻ മറ്റൊരു പോസ്റ്റ് കൂടി തൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. രാഹുൽ MLA വിഷയത്തിൽ എൻ്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞത് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. തുടർന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതിരുന്നപ്പോൾ ഞാനത് ഫേസ്ബുക്കിലൂടെ പൊതുവിടത്ത് പറഞ്ഞു. ഒരു കാര്യത്തിൻ്റെ രണ്ടു വശവും പറയാൻ പോലുമുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്കുള്ളത്. അത് ശരിയാണോ എന്നവർ പരിശോധിക്കട്ടെ.
ഇതാണ് ഫെനിയുടെ പരാതി. ഫെനിയെ മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ ഫെനിയുടെ ഭാഗം കൂടി കേൾക്കണ്ടേ എന്ന ചോദ്യം പ്രസക്തമല്ലേ? തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. എന്നെയും എൻ്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാം എന്ന് കരുതുന്നു. എന്നോട് സംസാരിച്ചിരുന്നതിൻ്റെ അവസാന കാലത്ത്, അതായത് 2 മാസം മുമ്പ്, രാഹുൽ MLA കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു. പലവട്ടം ഒഴിവാക്കി നോക്കി. നിർബന്ധം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാം എന്ന് പറഞ്ഞപ്പോൾ അതുപോരാ, സ്വകാര്യത വേണം എന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്നും അവർ പറഞ്ഞു. രാഹുൽ MLAയുടെ ഫ്ളാറ്റിൽ കാണാം എന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണം എന്ന് പരാതിക്കാരി എന്നോട് പറഞ്ഞു. ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഫ്ളാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകണമെന്നും MLA ബോർഡ് വെച്ച വണ്ടി വേണ്ട, അവർ വരുന്ന വണ്ടി മതി എന്നും അവർ എന്നോട് പറഞ്ഞു. 2024 ഏപ്രിൽ ബലാത്സംഗം ചെയ്തു എന്ന് അവർ പറയുന്ന ആളിനെ 2025 ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞതിന് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നതുകൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞത്. 2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണം എന്ന് പറയുന്നതിന് ലോജിക്ക് എന്താണ്? എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ഞാൻ ആ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ പങ്കുവെക്കുന്നു. സ്ക്രീൻഷോട്ടുകളിലോ എഴുത്തിലോ പരാതിക്കാരുടെ പേരോ ചിത്രമോ മേൽവിലാസമോ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാകുന്നു. ഇങ്ങനെ പറഞ്ഞാണ് കുറേ സ്ക്രീൻഷോട്ടുകൾ സഹിതം ഫെനി നൈനാൻ പോസ്റ്റ് ഇട്ടത്. ആ സ്ക്രീൻഷോട്ടുകൾ ലഭ്യമാണെങ്കിലും ഞങ്ങളത് കൊടുക്കുന്നില്ല. ആ സ്ക്രീൻഷോട്ടുകളിലൂടെ പരാതിക്കാരി തിരിച്ചറിയുക അസാധ്യമാണ്. അത്രമാത്രം സൂക്ഷ്മതയോടെയാണ് ഫെനി നൈനാൻ ആ പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഞങ്ങൾ ആ സ്ക്രീൻഷോട്ടുകൾ കൊടുക്കുന്നില്ല. പക്ഷെ ഒരു ചോദ്യം അപ്പോഴും ബാക്കിയാവുന്നു. ഫെനി ഉയർത്തുന്ന വിഷയങ്ങൾ പ്രസക്തമല്ലേ? ഒരാളുടെ ഭാഗം മാത്രം കേട്ടാണോ വാർത്തകൾ കൊടുക്കേണ്ടത്? മറുഭാഗത്തിന് പറയാനുള്ളത് അവരുടെ തെളിവുകൾ പരിശോധിക്കേണ്ടതല്ലേ? എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ജയിലിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വെറുതെ ഇരിക്കുന്നില്ല. ജയിലിൽ കിടക്കുന്ന രാഹുൽ അറിയാതെ രാഹുലിന്റെ വിശ്വസ്തനായ ഫെനി നൈനാൻ ഇങ്ങനൊരു പോസ്റ്റ് ഇടുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. രാഹുൽ പണി തുടങ്ങിയിരിക്കുന്നു. വേട്ടപ്പട്ടികൾക്ക് ഇനി ഏറെ പേടിക്കാനുണ്ട്.